അപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് അരി വെള്ളത്തിൽ കുതിർത്താനിടാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് തായ് റൈസാണ്. ഇവിടെ ഈ റൈസാണ് അപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കാറ്. മെഷറിംഗ് ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇത് വെള്ളമൊഴിച്ച് ഒരു 4 മണിക്കൂർ കുതിർത്താൻ വെക്കാം. അപ്പം നമ്മുടെ അരി ഇവിടെ നന്നായി സോക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി മിക്സിയുടെ ജാറിലിട്ട് ഇത് അടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെള്ള അവിലാണ്. ഞാൻ ആദ്യം എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് അവല് ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ജീരകം, അല്പം ഈസ്റ്റ്, കുറച്ച് പഞ്ചസാര. നമുക്ക് കുറച്ച് തേങ്ങ കൂടെ ഇത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നാളെ അപ്പം ചുടുന്നതിന് മുമ്പ് ഒന്നും കൂടെ ഉപ്പ് നമ്മൾ ചെക്ക് ചെയ്യണം. എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1.25 ഗ്ലാസ് വെള്ളം അതേ ഗ്ലാസ്സിൽ തന്നെ അളന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടെ മിക്സിയിൽ അടിച്ചെടുക്കാം. നമുക്കിത് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടി ഒരു 6 മണിക്കൂർ അടച്ചെടുത്ത് വെക്കാം. നമ്മുടെ അപ്പത്തിന്റെ മാവ് നന്നായി പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഉപ്പ് കുറവാണെന്ന് തോന്നിയ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി മാവ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് മൂടി വെച്ചു കൊടുക്കാം. നമ്മുടെ അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഉടനെ തന്നെ ഇത് കാസറോളിലേക്ക് മാറ്റാതെ ഒരപ്പം ചുട്ട് കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് അത് കാസറോളിലേക്ക് മാറ്റുക. ഇല്ലെങ്കിൽ അപ്പം ഒട്ടിപ്പിടിക്കും. നമുക്ക് ഓരോ അപ്പം റെഡി ആകുമ്പോഴും അതിന് മുമ്പ് ഉണ്ടാക്കിയ അപ്പം റെസ്റ്റ് ചെയ്യാൻ വെച്ചത് കാസറോളിലേക്ക് മാറ്റാം. നമ്മുടെ കാസറോളിൽ അപ്പം നമുക്ക് എടുക്കാം. ഒറ്റണം പോലെ ഒട്ടിപ്പിടിക്കില്ല. ഇനി നമുക്ക് പാലപ്പ ചട്ടിയിൽ ഉണ്ടാക്കി നോക്കാം. അതിന് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്ര വെള്ളം മതിയാവും. ഒരു പൊടിക്ക് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പാലപ്പ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം സൈഡിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് എടുക്കാം. ഒന്നും കൂടെ ആവാനുണ്ട്. ഇപ്പം അപ്പം സൈഡിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പാലപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ അപ്പം ഉണ്ടാക്കി നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.